Hey guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് ഹെഡർ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് അപ്പിയറൻസിൽ വരാം. അപ്പിയറൻസിൽ വന്നിട്ട് നമുക്കിവിടെ കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ കാണുന്ന സൈറ്റ് ഐഡൻറ്റിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സൈറ്റ് ഐഡൻറ്റിറ്റി ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന സൈറ്റ് ടൈറ്റിൽ മൈ ബ്ലോഗ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൻ്റെ പേര് എഴുതാം, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. അതിനുശേഷം നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ ഹെഡറിൽ വരാം. ഇവിടെ ഹെഡർ കാണുന്നുണ്ട്. ഈ ഹെഡറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ജനറൽ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ജനറൽ ഇവിടെ വന്നിട്ട് സ്റ്റൈലിൽ ഇവിടെ മിനിമൽ എന്നാണ് കാണുന്നത്. ഈ മിനിമൽ മാറ്റിയിട്ട് നമുക്ക് മീഡിയം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ എലിമെൻറ്റ് പൊസിഷനിങ് കാണാൻ കഴിയും. എലിമെൻറ്റ്സ് പൊസിഷനിങ് അവിടെ നമുക്ക് സെർച്ച് ഫോം കാണാൻ കഴിയും. ഇത് അൺചെക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ സോഷ്യൽ ബട്ടൺസ് കാണാൻ കഴിയും. അതും നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് മെനുവിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് സെർച്ച് ഐക്കൺ കാണാൻ കഴിയും. സെർച്ച് ഐക്കൺ അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ഓവർലേ സെലക്ട് ചെയ്യാം. ഓവർലേ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ കാണുന്ന ഐക്കൺ നമ്മുടെ സെർച്ച് ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓവർലേ ആയിട്ട് വരും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് പോവാം. ബാക്കിൽ വന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ബാക്ക് അടിക്കാം. എന്നിട്ട് നമുക്കിവിടെ ടോപ്പ് ബാറി സെലക്ട് ചെയ്യാം. ടോപ്പ് ബാറി സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ജനറലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫുൾ വിത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഈ കാണുന്ന ഓപ്ഷൻ സ്റ്റൈലിൽ നമുക്ക് സെൻറ്റേർഡ് സെലക്ട് ചെയ്യാം. ഈ കാണുന്ന ലാസ്റ്റായിട്ടുള്ള ഓപ്ഷന്. അതിനുശേഷം നമുക്ക് ബാക്ക് അടിക്കാം. ബാക്കിൽ പോയിട്ട് നമുക്ക് കോണ്ടൻറ്റിൽ എഴുതിയിരിക്കുന്ന ഈ ടെക്സ്റ്റുകൾ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബാക്കിൽ വന്നിട്ട് നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ ഐക്കൺസ് നമുക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ സോഷ്യൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ഇവിടെ സോഷ്യൽ ലിങ്ക്സ് കാണാൻ കഴിയും. ഇത് ഓരോരോ സോഷ്യൽ അക്കൗണ്ട്സിൻ്റെ ലിങ്ക്സാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ട്വിറ്ററിലുണ്ട്, ഫേസ്ബുക്കുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ സോഷ്യൽ ഐക്കോൺസിന് വേണ്ടിയുള്ള ലിങ്ക് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്സുകൾ, നിങ്ങളുടെ സോഷ്യൽ അക്കൗണ്ട്സിൻ്റെ ലിങ്ക്സ് നിങ്ങളിവിടെ ആഡ് ചെയ്യാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടോപ്പ് ബാറിൽ ഇവിടെ നമ്മുടെ ഡിസൈനിൻ്റെ ടോപ്പ് ബാറിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഐക്കോൺസിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് യൂട്യൂബ്. ഓക്കെ, ഇവിടെ നിങ്ങൾ യൂട്യൂബിൻ്റെ നിങ്ങളുടെ ഹോം പേജിൻ്റെ ആ ലിങ്ക്സ് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐക്കോൺസിൻ്റെ കളർ വളരെ ഫേഡഡ് ആണ്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കാണുന്ന സോഷ്യൽ ലിങ്ക്സ് കളർ എന്നിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വേർഡ്പ്രസ്സിൽ നമ്മുടെ ഹെഡർ കസ്റ്റമൈസ് ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് ബ്ലോഗിംഗ് ചാനലിന് വേണ്ടിയുള്ള ഹെഡർ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഈ പബ്ലിഷ് എന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇത് സേവ് ആകത്തുള്ളൂ. സോ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ്മാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.